അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. ആരെങ്കിലും ഒരു നന്മ പറഞ്ഞു കൊടുത്താൽ അവന് അത് പ്രവർത്തിച്ചവൻ്റേത് പോലുള്ള പ്രതിഫലമുണ്ട്. അതായത് നമ്മൾ മറ്റുള്ളവർക്ക് നന്മ പറഞ്ഞു കൊടുത്താൽ, നമ്മൾ മറ്റുള്ളവർക്ക് നല്ല ഉപദേശങ്ങൾ പറഞ്ഞു കൊടുത്താൽ, നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ പ്രസംഗം കൊണ്ട്, നമ്മുടെ ഉപദേശം കൊണ്ട് അദ്ദേഹം നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന പ്രതിഫലത്തിന് തുല്യമായ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ നന്മ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള ഒരു കാര്യമാണ്. നമ്മളറിയാതെ നമ്മുടെ തുലാസിലേക്ക് നന്മകൾ, പ്രതിഫലങ്ങൾ ഒഴുകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക. കാരണം നമ്മൾ ഒരാളോട് നമസ്കരിക്കാൻ പറഞ്ഞാൽ, അതുപോലെ തന്നെ മറ്റു നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞാൽ അദ്ദേഹം നമ്മുടെ വാക്ക് കേട്ടുകൊണ്ട് അത് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം അത് ചെയ്യുന്ന കാലത്തോളം നമുക്ക് അദ്ദേഹത്തിന് ലഭിക്കുന്ന പ്രതിഫലം നമുക്കും ലഭിക്കുന്നതാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ പറഞ്ഞു കൊടുക്കുക, നല്ല കാര്യങ്ങൾ പകർന്നു കൊടുക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള ഒരു കാര്യമാണ്. ഇന്ന് അനേകം നന്മകൾ പഠിക്കുവാനും പുതിയ പുതിയ അറിവുകൾ ആർജിക്കുവാനുമെല്ലാം അനേകം സ്രോതസ്സുകളുണ്ട്, വഴികളുണ്ട്. അതെല്ലാം ഉപയോഗപ്പെടുത്തി നല്ല അറിവുകൾ സ്വായത്തമാക്കുക. നല്ല അറിവുകൾ നാം സ്വായത്തമാക്കി കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. മറ്റുള്ളവർക്ക് അറിവുകൾ പകർന്നു കൊടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ അറിവുകൾ വർദ്ധിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അറിവ് മൂടി വയ്ക്കുക, അറിവ് മറ്റുള്ളവർക്ക് മുന്നിൽ അത് പകർന്നു കൊടുക്കാതെ മനസ്സിൽ വെക്കുന്നത് വലിയ പാപമാണ്. അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്. ഒരു അറിവ് നാം പഠിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാതെ മനസ്സിൽ വെക്കുക, മൂടി വെക്കുക എന്നുള്ളത് വിശുദ്ധ ഇസ്ലാമിൽ വളരെ മോശമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അറിവ് മറച്ചു വെക്കുക എന്നുള്ളത് അത് ഇസ്ലാമിൽ ഭൂഷണമല്ല. അറിവ് പകർന്നു കൊടുക്കാനുള്ളതാണ്. പകർന്നു കൊടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ അറിവുകൾ വർദ്ധിക്കുന്നതാണ്. അതുകൊണ്ട് മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. ഒരു നന്മ അറിയിച്ചു കൊടുത്താൽ നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ പ്രസംഗം കൊണ്ട്, ഉപദേശം കൊണ്ട് അദ്ദേഹം ആ നന്മ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന പ്രതിഫലത്തിന് തുല്യമായ പ്രതിഫലം പറഞ്ഞു കൊടുത്ത നമുക്കും അല്ലാഹു തആല നൽകുന്നതാണ്. അസ്സലാമു അലൈക്കും.